ഇടം. സ്വാതി തിരുനാളിന്റെ രാജസന്നിധിയിൽ വന്നിരുന്ന ഒട്ടുമിക്ക കലാകാരന്മാരും ഇവിടെ വന്ന് താമസിച്ച് കലാപരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രഗത്ഭനായിരുന്നു സ്വാതി തിരുനാളിന്റെ രാജസന്നിധിയിലെ ആസ്ഥാന ഗായകനായ ഷത്കാല ഗോവിന്ദമാരാർ. ഒരിക്കൽ സ്വാതി തിരുനാളിന്റെ നിർദ്ദേശപ്രകാരം ഗോവിന്ദമാരാർ ത്യാഗരാജസ്വാമികളുടെ അടുത്ത് സംഗീതം അവതരിപ്പിക്കാൻ പോയി. ഗോവിന്ദമാരാരുടെ കഴിവ് കണ്ടിട്ട് അദ്ദേഹത്തെ വർണ്ണിച്ചുകൊണ്ട് ത്യാഗരാജസ്വാമികൾ ഒരു കീർത്തനം രചിച്ചു. ഇന്ന് ലോകത്താകമാനം അറിയപ്പെടുന്ന പഞ്ചരത്ന കീർത്തനങ്ങളിലെ ഈ ഗാനം അങ്ങനെയാണ് പിറവികൊണ്ടത്. ബ്രിട്ടീഷുകാരിൽ നിന്ന് രക്ഷപ്പെട്ട വേലുത്തമ്പി ദളവ തിരുവനന്തപുരത്തു നിന്നും കിളിമാനൂർ കൊട്ടാരത്തിലെത്തി അന്നു രാത്രി അവിടെ നിന്നും ആഹാരം കഴിച്ച് രഹസ്യമാർഗത്തിലൂടെ മണ്ണടിയിലെത്തി ജീവത്യാഗം ചെയ്തു. തന്റെ ഉടവാൾ ബ്രിട്ടീഷുകാരിൽ എത്തരുതെന്നും രാഷ്ട്രത്തിനു വേണ്ടി അത് സമർപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് വേലുത്തമ്പി ദളവ തന്റെ ഉടവാൾ കൊട്ടാരത്തിലുള്ളവർക്ക് നൽകി.